നമ്മുടെ സംഘടനയെയും നമ്മുടെ പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അതിന് ഇവിടെ സാമകാലികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് ഉള്ളത് എന്നത് സംഘടനാ പ്രവർത്തകരോട് മാത്രമല്ല, മുസ്ലിം സമുദായത്തോട് മാത്രമല്ല, പൊതുസമൂഹത്തോടും ലോകത്തോടും തന്നെ പറയാൻ നമുക്ക് സുപ്രഭാതം പോലെയുള്ള ഒരു പത്രവുമായിട്ട് നമ്മുടെ നേതാക്കൾ രംഗത്ത് വരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ പത്രം വളരെ വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പത്രത്തിന്റെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ദേശാഭിമാനിയുടെ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഒരു CPM-ന്റെ വിരുദ്ധരായ ആളുകളും ആ ക്യാമ്പയിൻ മുടക്കാൻ വേണ്ടി നടക്കാറില്ല. ഇവിടെ ചന്ദ്രികയുടെ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഇവിടെ ഒരു മാർക്സിസ്റ്റുകാരനും ചന്ദ്രികയുടെ ക്യാമ്പയിൻ മുടക്കാൻ വേണ്ടി നടക്കാറില്ല. ഇവിടെ വീക്ഷണത്തിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഒരു കോൺഗ്രസ് വിരുദ്ധരും അതിന്റെ ക്യാമ്പയിൻ മുടക്കാൻ വേണ്ടി നടക്കാറില്ല. ഇവിടെ സിറാജിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിന്റെ എതിരായി പ്രവർത്തിക്കുന്ന ആരും അതിനെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താറില്ല. ഒരു പത്രത്തിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോഴും ആ ക്യാമ്പയിൻ പരാജയപ്പെടുത്താൻ വേണ്ടി ആരും നടക്കാറില്ല. പക്ഷെ സുപ്രഭാതത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അന്ന് തുണിയും കുപ്പായം മാറ്റി കുറച്ച് ആൾക്കാർ ഇറങ്ങും. സത്യത്തിൽ അവരെ കൊണ്ടാണ് എല്ലാ വർഷവും ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നത് എന്നത് ഞാൻ എടുത്തു പറയട്ടെ. എല്ലാ വർഷവും ഈ പത്രത്തെ എങ്ങനെയൊക്കെ മോശമായി ചിത്രീകരിക്കാൻ കഴിയുമ്പോൾ, കാരണം ഇവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പത്രം ഇന്നല്ലെങ്കിൽ നാളെ പൂട്ടുന്നതാണ്. ഈ പത്രം ഇന്നല്ലെങ്കിൽ നാളെ പൂട്ടും. കാരണം ഈ പത്രം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന സമയത്ത് തന്നെ മൂല്യന്മാരുടെ പൂതിയല്ലേ, ഒരു 5-6 മാസം ഉണ്ടായിക്കോളും, അത് പിന്നെ ഓരോ പൂതി അവസാനിച്ചോളും എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചത്. പക്ഷെ പത്രം ആരംഭിച്ചു, പത്രത്തിന് പുതിയ പുതിയ എഡിഷനുകൾ ആരംഭിച്ചു, പത്രത്തിന് കോപ്പികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അച്ചടി മാധ്യമങ്ങൾക്ക് പ്രസക്തി കുറയുന്നു എന്ന ചർച്ചകൾ മാധ്യമ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും ബാധിക്കുന്നില്ല സുപ്രഭാതത്തിന്. ഓരോ വർഷവും ക്യാമ്പയിൻ നടക്കുമ്പോഴും അതിന് കോപ്പി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് പൂട്ടിക്കാൻ നടക്കുന്ന ആളുകൾ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട പിന്നെ അവസാനം അവർ തന്നെ കണ്ണും ചിമ്പിയാണ് പറയാൻ തുടങ്ങി, സുപ്രഭാതം പൂട്ടിക്കണെന്ന്. പൂട്ടാൻ വേണ്ടി കുറെ നടന്നു, അതിനുള്ള എല്ലാ പ്രചരണങ്ങളും നടത്തി, ഒരിക്കലും വിജയിക്കുന്നില്ല. അവസാനം പിന്നെ കണ്ണടച്ചിട്ട് പറയാൻ അതൊക്കെ പൂട്ടിപ്പോയിക്കണെന്ന്. അങ്ങനെ ആശ്വസിക്കുന്നവർ ആശ്വസിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എന്താണ് സുപ്രഭാതം ചെയ്ത തെറ്റ്? എന്താണ് ഈ പത്രം ചെയ്ത തെറ്റ്? ഈ പത്രത്തെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണ്? ഈ പത്രം CPM-ന് വേണ്ടി വാർത്ത എഴുതുന്നു, CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ പത്രത്തിൽ 3 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറം കഴിഞ്ഞ 10-11 വർഷമായി നിങ്ങളൊക്കെ ഓരോരുത്തരും അതിന്റെ വരിക്കാരായിരിക്കും. CPM-നെ പ്രൊമോട്ട് ചെയ്യുന്ന, CPM-ന് ഗുണം ലഭിക്കുന്ന ഒരു ലേഖനം, ഒരു വാർത്ത, ഒരു എഡിറ്റോറിയൽ ആ പത്രത്തിൽ വന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെ സംഭവം ഇല്ല എന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾക്കും അറിയാം. പക്ഷെ വെറുതെ പറഞ്ഞുണ്ടാക്കുക. ഈ പാർട്ടി മുസ്ലിം ലീഗിനെതിരാണ്, ഈ പത്രം മുസ്ലിം ലീഗിനെതിരാണ്. ഈ പത്രം മുസ്ലിം ലീഗിനെ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പത്രത്തിൽ ഈ 11 വർഷത്തിനിടയിൽ ഇന്ന് വരെ മുസ്ലിം ലീഗിനെതിരെ ഒരു എഡിറ്റോറിയൽ വന്നതായിട്ട് കാണാൻ പറ്റുമോ? ഒരു ലേഖനം വന്നായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു വാർത്ത വന്നായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു വാർത്ത പോലും. ഞാൻ വളരെ ഉത്തരവാദിത്തബോധത്തോടു കൂടിയാണ് പറയുന്നത്, മുസ്ലിം ലീഗിനെതിരായ ഒരു വാർത്താ ശകലം ആ പത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്രയും സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചും ആ രീതിയിലാണ് ആ പത്രം മുന്നോട്ട് പോകുന്നത്. കാരണം ആ പത്രത്തിന്റെ ഉദ്ദേശം ഇവിടെ മുസ്ലിം ലീഗിനെ എതിർക്കലല്ല. ആ പത്രത്തിന്റെ ഉദ്ദേശം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കലല്ല, അല്ലെങ്കിൽ ആരെങ്കിലും തൃപ്തിപ്പെടുത്തലും പ്രീതിപ്പെടുത്തലും അല്ല. നിഷ്പക്ഷമായിട്ട് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അവരുമായി സംവദിക്കുന്ന, അവരുമായിട്ട് സംസാരിക്കുന്ന ശുദ്ധമായ ഭാഷയിൽ ഒരു പൊതുപത്രം എന്നതായിരുന്നു ആ പത്രത്തിന്റെ സ്ഥാപകരായിട്ടുള്ള നമ്മുടെ നേതാക്കളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതനുസരിച്ച് മാത്രമാണ് ഇതുവരെ ആ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ പത്രം വന്നപ്പോ ചില പ്രത്യേകതകൾ ഇവിടെ ഉണ്ടായി. ആ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ ഇവിടെ ചില പ്രത്യേകതകൾ ഉണ്ടായി. ആ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയനിലപാടുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നാട്ടുകാർ അറിയാൻ തുടങ്ങി. ഇത് സമസ്തക്കാര് മാത്രമല്ല, സുന്നികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളും സർക്കാരുകളും ഗവൺമെന്റുകളും ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ബുദ്ധിജീവികളും എഴുത്തുകാരും സാമൂഹ്യ നിരീക്ഷകരൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. സമസ്ത എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ ഉണ്ട്,
കുറെ കാലമായിട്ട് പോത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രസ്ഥാനം എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നതൊന്നും നമുക്കറിയില്ല. ഇവർക്ക് ആകെ അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുലമ ഇടക്കിടക്ക് വലിയ സമ്മേളനം നടത്തും. ഈ സമ്മേളനം നടക്കുമ്പോൾ സമസ്തന്റെ വിലയും നിലയും ആൾക്കൂട്ടൊന്നും അറിയാത്ത ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും വേണ്ടത്ര പോലീസോ ട്രാഫിക്കോ ഒന്നും ശ്രദ്ധിക്കൂല. അങ്ങനെയാണ് സമസ്തയുടെ സമ്മേളനം നടക്കുന്നതോടുകൂടി ആ ഭാഗത്തേക്കുള്ള സർവ്വ റോഡുകളും ബ്ലോക്ക് ആകുമ്പോഴാണ് അവിടെ എന്തോ വലിയ സമ്മേളനം നടക്കുന്നുണ്ട്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇത്ര വലിയ ആൾക്കൂട്ടം വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ, ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രസ്ഥാനമാണ്, വലിയ ജനവിഭാഗത്തിന്റെ പിന്തുണയുള്ളതാണെന്ന് പോലും അറിയില്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, നമ്മുടെ പഴയ കാലത്തെ SOSന്റെ സമ്മേളനങ്ങൾ, സമസ്തയുടെ സമ്മേളനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വഴിയിലൊന്നും ഒരൊറ്റ പോലീസുകാരനും ഉണ്ടാവില്ല. കാരണം എന്താണ്, അവർക്ക് അറിയില്ല ഇത് എത്രത്തോളം ആൾ വരുന്ന സമ്മേളനമാണ്. പിന്നെ റോഡൊക്കെ ബ്ലോക്ക് ആകുമ്പോഴാണ് പിന്നെ നട്ടപ്പാതിരിക്ക് പോലീസൊക്കെ ഇറങ്ങിയിട്ട് ഇത് രക്ഷപ്പെടുത്തി അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രസിഡന്റ് എവിടെയെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചാനലേറൊന്നായിട്ട് ഓടിക്കൂടുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് എന്താണ് ഇതിൽ അഭിപ്രായം എന്നുള്ള പ്രസിഡന്റ് ചോദിക്കുകയാണ്. അപ്പൊ അതിന് തിരിച്ചുള്ള ഒരു വർത്താനാണ്, കണ്ണിയത്ത് ഉസ്താദ് ഇതേപോലൊന്നും ചാനലേറെ കണ്ടിട്ടില്ലായിരുന്നല്ലോ. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഈ ചാനലേർ ഇല്ലല്ലോ. അന്ന് ഈ സോഷ്യൽ മീഡിയയും വാട്സപ്പും ഫേസ്ബുക്കും ഈ ചാനലേർ മൈക്കുവേറ്റ് നടക്കുന്ന പരിപാടി ഇല്ലല്ലോ. അതാത് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഷയങ്ങളും സമസ്തക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും പ്രതികരിക്കാനും അതിന് സമസ്തയുടെ പ്രസിഡന്റ് മുന്നോട്ട് വരുന്നു, അതിന്റെ ഭാരവാഹികൾ മുന്നോട്ട് വരുന്നു, അത് സമൂഹം ചർച്ച ചെയ്യുന്നു. നമ്മുടെ പല പത്രങ്ങളും എല്ലാ ദിവസവും എഡിറ്റോറിയൽ എഴുതാറുണ്ട്. ഒരു എഡിറ്റോറിയൽ ഇന്നുവരെ ഒരു ചാനൽ ചർച്ചക്ക് വന്നിട്ടില്ല. അപ്പൊ എന്താ, സമസ്തയുടെ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലുകൾ ഇവിടെ ചാനലുകൾ ചർച്ച ചെയ്യുന്നു, 1 മണിക്കൂർ സമയം അതിന് മാറ്റിവെക്കുന്നു. അപ്പൊ എന്താണ്, അതാ പത്രത്തിന്റെ പ്രസക്തിയല്ലേ സൂചിപ്പിക്കുന്നതെന്ന് പോസിറ്റീവായിട്ടുള്ള ചിന്തയല്ല, അങ്ങനല്ല ചിന്തിക്കുന്നത്. എന്നാലും വേണ്ടില്ല, ആ പത്രം എങ്ങനെ പൂട്ടിക്കാൻ പറ്റുന്നതാണ്. ഈ ദുഷ്ട മനസ്സിനെ നമ്മൾ തിരിച്ചറിയണം. ഈ ദുഷ്ട മനസ്സിനെ നമ്മൾ തിരിച്ചറിയണം. ഇതൊരു പ്രസ്ഥാനത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടല്ല. ഇത് ഈ പ്രസ്ഥാനം ഇന്ന് സമൂഹത്തിനിടയിൽ നേടിയിട്ടുള്ള ഈ വലിയ അംഗീകാരത്തെയും സ്വീകാര്യതയെയും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബിദഈ പ്രസ്ഥാനക്കാരുടെ ചില കെണികളിൽ ഇവിടെ പല ആളുകളും വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.